എനിക്ക് എല്ലാം വെറൈറ്റി ആയിരിക്കണം. എന്റെ സംഭവങ്ങളെല്ലാം വെറൈറ്റി ആയിരിക്കണം. ഇതിനും വലിയ വെറൈറ്റി കെട്ടിയനെ എവിടെ കിട്ടാനാ? ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ സ്വന്തം ജഡ്ജിനെ, നമ്മുടെ സ്വന്തം മിയെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം മിയ. ഒന്നാം സ്ഥാനം ലഭിക്കുന്ന നമ്മുടെ സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. രണ്ടാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ. മൂന്നാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ സൂപ്പർ ഫാമിലി മത്സരം ഇങ്ങനെ കടുകട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ സൂപ്പർ ഫാമിലിയാണെന്ന് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മിയ നമ്മുടെ യൂഷ്വൽ കോമ്പറ്റീഷനിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഇവരെ ഇതൊരു വീടായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും പറയാനുള്ള കാര്യം, നേരത്തെ പറയാൻ ബാക്കി വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടം, പരിഭവം, ദേഷ്യം എന്തുണ്ടെങ്കിലും നിങ്ങളുടെ വീട് പോലെ കണ്ടിട്ട് ഈ ഒരു മൊമെന്റിനെ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ടീം ബിഗ് ബീസിൽ നിന്ന് ബേസിലേട്ടിനെയും സുമ ചേച്ചിയാണ് വിളിക്കുന്നത്. വരൂ. അപ്പോ നമ്മുടെ ഇണക്കുരുവികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മൊമെന്റ് ആയിട്ട് ഇതിനെ കണ്ട് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും മനസ്സ് തുറക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മനസ്സ് തുറക്കുക. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് തരും. അപ്പം ഹസ്ബൻഡിന് വൈഫിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി സുമ ചേച്ചിക്കാണ് ബേസിലേറ്റോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പ്രോപ്പർട്ടീസ് വരട്ടെ. മുത്തേ, എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വലിയ ഫീലിങ്സ് ഉണ്ട്, നിന്നോട് പറയാൻ. തരട്ടെ? ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാനൊരു വലിയ തടിയനാണ്, അറിയാലോ. അതായിരുന്നു ആദ്യത്തെ ഒരു താങ്ക്സ്. പക്ഷെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ ഇൻസിഡൻറ്റിലും നിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നിന്റെ ഒരു സപ്പോർട്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് പിടിച്ച് ഞാൻ ICUയിൽ കിടക്കുമ്പോൾ ഞാൻ മരിക്കുമെന്നൊരു അവസ്ഥയിലായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എൻ്റെ മോനെ നീ നോക്കും, അതെനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അന്ന്. ആക്ച്വലി ഞാൻ അവിടെ വെച്ച് ഞാൻ അനുഭവിച്ച കുറേ കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ആ ബെഡിൽ കിടന്ന കിടപ്പിൽ എനിക്ക് എൻ്റെ സ്വന്തം കൈ ഇങ്ങനെ പൊക്കി കമത്തി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ എന്നെ അവിടുത്തെ നഴ്സസാണ് ഇങ്ങനെ എല്ലാം, അവർ 4 പേരും കൂടിയാണ് എന്നെ തുടച്ച് വൃത്തിയാക്കും. എൻ്റെ എല്ലാ പ്രാഥമിക കൃത്യങ്ങളും അവരാ എന്നെ സഹായിച്ച. ആ നഴ്സസിനോടൊക്കെ എപ്പോഴും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഡിസ്ചാർജായി വന്നപ്പോൾ ഈ 4 പേര് ചെയ്ത ആ ഒരു പണി, നീ ഒറ്റയ്ക്ക എന്നെ കുളിപ്പിക്കും, എനിക്കെല്ലാ കാര്യം ചെയ്തത് നീ. എനിക്കതിനൊക്കെ ഒരു താങ്ക്സ് എന്ന് പറഞ്ഞൊരു വാക്കിലും നിൽക്കില്ല. കാരണം സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല എന്നെ അങ്ങനെ കെയർ ചെയ്യണം. ഒന്നാമത് ഞാനൊരു മൊസടനാണ്. ആ ഒരു സമയത്ത് നീ അങ്ങനെ എന്നെ അങ്ങോട്ട് മാക്സിമം സഹിച്ചു, ഇടയ്ക്കൊക്കെ ഇത്രയെങ്കിലും, പക്ഷെ നീ സഹിച്ച് നീ എന്നെ കെയർ ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ വണ്ണം കുറയാൻ നേരത്ത് ഞാൻ അമൃതയിൽ സർജറി കഴിഞ്ഞ് വന്നപ്പോൾ, സർജറിക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. ചേട്ടായി ഒട്ടും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയ തന്നപ്പോൾ അന്നേരമൊക്കെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരൂ, ഇനി എങ്ങാനും എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. നീ ഓർക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ സർജറിയുടെ തലേൻ്റെ തലേദിവസം എനിക്ക് തോന്നി, എനിക്ക് ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ, ഞാൻ നിങ്ങളെ ഒരു ട്രിപ്പ് കൊണ്ടുപോയില്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ നിങ്ങളെ കണ്ട് സൂര്യനെല്ലിക്ക് പോയായിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് സൂര്യനെല്ലിക്ക് പോയിട്ട് കുറേ ഫോട്ടോകൾ എടുത്തു. നീ ഞാൻ തന്നെ നിൽക്കണം, മോൻ്റെ കൂടെ നിൽക്കണം ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, തിരിച്ച് നിന്നെ ആദ്യം കണ്ടപ്പോൾ ഒക്കെ. വേറൊരു കാര്യം എനിക്ക് ദൈവത്തോട് പറയാനുള്ളത്, എനിക്ക് ദൈവം തന്നതിനാണ് എനിക്ക് ദൈവത്തോട് ഏറ്റവും വലിയ താങ്ക്സ്. എന്നോട് ശരിക്കും വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു.
നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ചേട്ടന്റെ സംസാരവും അതിന് ചേച്ചി വീട്ടിൽ അങ്ങനെയാണ്. എന്റെ ഇപ്പൊ കുറച്ച് ഇമോഷണലൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൗണ്ടർ പറയും. അതാ അപ്പൊ സന്തോഷവും. ചേച്ചിക്ക് എന്തെങ്കിലും ഇത് എടുക്കാനുണ്ടോ? എന്റെ പൊന്നു. എനിക്കിങ്ങനെ ഒരു കഥ പോലെ പറയാൻ അറിയില്ല. പക്ഷെ നിനക്ക് സത്യത്തിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇയാളെ കല്യാണം കഴിയോ ഞാൻ? അല്ല, ആദ്യമേ എന്നോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? എനിക്ക് ജീവിതത്തിലെല്ലാം വെറൈറ്റി ആയിരിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ലൊരു അല്ല, എല്ലാരും ചെയ്യണ പോലെ പറ്റില്ല. എനിക്ക് എല്ലാം വെറൈറ്റി ആയിരിക്കണം. എന്റെ സംഭവങ്ങളെല്ലാം വെറൈറ്റി ആയിരിക്കണം. ഇതിനും വലിയ വെറൈറ്റി കെട്ടിയനെ എവിടെ കിട്ടാന്? ചില സമയത്ത് ചേട്ടി ഒരു കുഞ്ഞു മാവേനെ പോലെയാ. അത് എനിക്ക് ഉറക്കം വരുമ്പോ ഓർക്കം വരുമ്പോ അല്ല, ഭക്ഷണം വണ്ടി ഓടിക്കുമ്പോ ഭക്ഷണം എല്ലാം ഇപ്പൊ ഭക്ഷണം ഇയാളുടെ വായിൽ വെച്ച് തരുവാണെങ്കിൽ ഇയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു മാവേനെ പോലെയുള്ള ഓരോ സമയത്തും ചേട്ടയ്ക്ക് ഓരോ തരം സ്നേഹം. അപ്പൊ ചേട്ടയെ തന്നെ പറയാറുണ്ട്, എനിക്ക് നിന്റെ ഹസ്ബൻഡ് ആയിരിക്കണതല്ല നിന്റെ കുട്ടിയായിട്ട് കഴിക്കണ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്നേഹം. അത് ചേട്ടയുടെ ഓരോ സമയത്ത് ഓരോ തരം സ്നേഹമാണ് ചേട്ടൻ. അപ്പൊ ഇവരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി ഒരു പറഞ്ഞ കാര്യങ്ങളിലെ ആത്മാർത്ഥതയൊക്കെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഫീൽ ചെയ്യും. കാരണം അത്രയും മനസ്സിൽ തൊട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ ഒരു സ്നേഹം, ആ ഒരു കെയർ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചേട്ടൻ കാണിച്ചത്, അതൊക്കെ വളരെ പ്യുവർ ആയിരുന്നു, വളരെ ഹൃദയത്തിൽ തൊട്ടാണ്. ഞങ്ങള് വേറൊരു കേസുണ്ട്. ഞാൻ ഈ ഷൂട്ടിനൊക്കെ എവിടെയും പോകണമല്ലാതെ ഇവളൊരിക്കൽ പോലും എന്നെ വിട്ടിട്ട് ഇവളൊറ്റയ്ക്ക് ഇവളുടെ വീട്ടിൽ പോയി കിടക്കില്ല. സാധാരണ പെൺകുട്ടി അങ്ങനെയല്ലോ, അങ്ങനെ പോവില്ല. എന്ത് പറഞ്ഞാലും എന്നോട് ഉണ്ടാവുള്ളൂ. അതാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും എന്നും എന്നും നിങ്ങൾ ഇതേപോലെ കട്ടയ്ക്ക് നിൽക്കട്ടെ. ഒരു മാതൃകാ ദമ്പതിമാരായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. തുറന്ന പറച്ചിലിന്റെ വേദിയാവാൻ പോവുകയാണ് വീണ്ടും സൂപ്പർ ഫാമിലി. അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് നിങ്ങളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ, പരിഭവങ്ങൾ, സ്നേഹം, അത് മെഹറുന്നീസ നന്നായി എക്സ്പ്രസ് ചെയ്യും. എന്നാലും അത് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാനുള്ളൊരു വേദിയാണ്. അപ്പൊ രണ്ടുപേരും റെഡിയല്ലേ? മെഹറുന്നീസയ്ക്കും നിസാമിനും ഈ ഒരു വേദി നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ഫുൾ സ്നേഹം, സന്തോഷം പ്രകടിപ്പിക്കാം. ഓക്കെ, ആദ്യം ആരാ? മെഹറു എടുത്തോട്ടെ. ശരി, അപ്പൊ തുടങ്ങാം. സോറി. എത്ര വലിയ സോറിയൊക്കെ എന്നോട് പറയണ്ട. ഉണ്ട്. ചുഗക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഓർമ്മയുണ്ടാവുമായിരിക്കും നമ്മൾ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ. അതിൽ മറക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മളെ പ്രണയം. നമ്മൾ നല്ലൊരു പ്രണയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഏജ്, കല്യാണത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ നടക്കുന്നതും എല്ലാം. ഒരിക്കലും നമ്മളെ രണ്ടുപേരും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഒന്ന് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നു ഒരു പാട്ടുകാരൻ വേണ്ട ആ ഒരു ഇതിൽ. കാരണം സ്വന്തമായിട്ട് അതെ പാട്ടൊരു തൊഴിലല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഗൾഫുകാരനെയോ അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടുകാരുടെ മൈൻഡിലൊക്കെ ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുന്ന അതേപോലെ തന്നെ ചുക്കാൻ്റെ വീട്ടിൽ നിന്ന് ചുക്കാൻ്റെ പെങ്ങന്മാരും എല്ലാവരും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ചുക്കാൻ്റെ നാട്ടിലുള്ള തളിപ്പറമ്പിലെ കുട്ടീൻ്റെ അവിടം വരെ എത്തി. കാരണം എൻഗേജ്മെൻറ്റിൻ്റെ റിങ് പോലും വാങ്ങി വെച്ച ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അവസാനം എൻ്റെ അടുത്ത് ചുക പറഞ്ഞ് നമുക്കെങ്ങനെ ഒന്നിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. കാരണം നമ്മളെ വീട്ടുകാർ സമ്മതിക്കാതെ നമ്മൾ അതങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടുകാർ സമ്മതിക്കാതെ നമുക്കൊരിക്കലും ഒന്നിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമായി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, എനിക്ക് ഇൻചുക്കില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളതിൽ ലാസ്റ്റ് ടൈമിൽ ഞാൻ ആ ഒരു ഇതിൽ തന്നെ നിന്നു.
അപ്പോൾ അതിന് കുറച്ച് മുന്നേ വരെ പിന്നെ ഞാൻ ചുകാടുത്ത് പറയുമ്പോൾ ആ ഒരു കോളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വേറെ എന്നോട് എനിക്ക് പറയുന്നുണ്ട് എന്താണ് പിന്നെ എന്നെ വിളിക്കണ്ട, എന്നിട്ട് ഞാൻ വിളിക്കും. അത് ഞാൻ അന്ന് പറഞ്ഞത് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം നിനക്ക് എന്നെ കൊണ്ടൊരു പ്രശ്നം നിന്റെ വീട്ടിലുണ്ടാ നിനക്ക് ഉണ്ടാവാൻ പാടില്ല. അതെ അതെ, ഇതിലുള്ളതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കാൻ ഞാൻ നിന്നെ പരമാവധി ആ സമയത്ത് അവോയ്ഡ് ചെയ്തത്. അതെ. എന്നിട്ട് ഒരു ടൈമിൽ എൻ്റെ സങ്കടം കാണാൻ പറ്റാഞ്ഞിട്ടോ എന്തോ എൻ്റെ ബ്രദർ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് ഡയറക്റ്റ് നിസാമിൻ്റെ വീട്ടിലേക്ക് പോവാം, ഒന്ന് നോക്കട്ടെ എന്താണ്. കാരണം എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല ഇൻഷുഖാൻ്റെ വീട് എവിടെയാണെന്നോ ഒന്നും അറിയില്ല. പാട്ടുപാടാൻ അത് മാത്രമേ അറിയുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് ചോദിച്ചു. ഇൻഷുഖാൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ഒരിക്കലും അവൻ്റെ അടുത്ത് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നത് പറയാൻ പാടില്ല, കാരണം ചിലപ്പം ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ ചിലപ്പോൾ നിസാം അവിടെ നിന്ന് പോയി കളയും എന്നുള്ളത് ഫേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറയണ്ട, ഞാൻ അവിടെ എത്തി കണ്ടോളാം എന്ന് പറഞ്ഞു. നേരെ ചുഗാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചുഗാൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു നേരെ ഫ്രണ്ടിലുള്ള സിറ്റ് ഔട്ടിൻ്റെ നേരെ ഇപ്പുറത്താണ് ചുഗാൻ്റെ റൂം വരുന്നത്. ആ റൂമിൽ അടച്ചു പൂട്ടിയിട്ട് പുറത്തുള്ള ഓഫീസ് റൂമിൽ അവിടെയായിരുന്നു ചുഗാൻ്റെ ലോകം. അപ്പോൾ ആ സമയത്ത് പിന്നെ നേരെ പോകുമ്പോൾ കാണുന്നത് ചുഗാൻ്റെ ഉമ്മാനാണ്. അപ്പം ഞാൻ അതിന് കുറച്ച് മുന്നേ ഒരു ചുഗാനക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ എത്തി അന്നേരം ചുഗാൻ്റെ ഉമ്മ കുറച്ച് എൻ്റെ ബ്രദറിൻ്റെ സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നെഹ്റുവിൻ്റെ ബ്രദറാണ് എന്നൊക്കെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചുക അറിയില്ല പുറത്താരും വന്നതൊന്നും അറിയില്ല, കാരണം അങ്ങനത്തെ ഒരു മൂഡിലാണ് ഉള്ളത്. നിങ്ങൾ ആ ഒരു മൂഡിലായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ ഉണ്ട് അവൻ്റെ ബ്രദർ വന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ പോലും കാണാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങളെ വിളിക്കും ഡോർ തട്ടി വിളിച്ചപ്പോൾ ചുക തുറന്നങ്ങ് വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഭയങ്കര ഷോക്കായിരുന്നു. പിന്നീട് എൻ്റെ വീട്ടുകാരുമായിട്ട് നമ്മളെ ഫാമിലി സംസാരിച്ചപ്പോൾ ഓക്കെ ആയി. എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കിയുള്ളൊരു കാര്യങ്ങൾ ചുകാടുത്ത് അങ്ങനെ മോശം പറയാതിരുന്നിട്ടോ ഒന്നുമില്ല. ഈ ഒരു കാര്യമായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഇൻഷുകാടുത്ത് പറയാതിരുന്നൊരു കാര്യം. വരുന്ന കാര്യം ഞാൻ ഒരിക്കലും അതെനിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. ഞാൻ അതൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ പറയാറുള്ളത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് ചിലപ്പം മാറി നിന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ചുകാടുത്ത് ആ ഒരു കാര്യം അന്നത് പറയാതിരുന്നതിൽ സോറി. വേറൊന്നും എനിക്ക് ചുകാടുത്ത് പറയാനില്ല, സോറി. സോറി സ്വീകരിച്ചിരിക്കുകയാണ്. യെസ്, അപ്പോൾ അന്ന് പറയാതിരുന്നത് ചിലപ്പം അവരുടെ ലൈഫിലെ ഒരു നല്ല കാര്യത്തിന് വഴിയൊരുക്കി. അതെ. അപ്പൊ ഒരു കാര്യം ഇങ്ങനെ പറയാതെ വെച്ചതൊന്നും ഒളിച്ചു വെച്ചു എന്നുള്ളൊരു ഫീലിംഗിലായിരുന്നു മെഹ്റു ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒളിച്ചു വെച്ചതല്ല, വളരെ നല്ല തീരുമാനമായിരുന്നു എന്ന് നിസാം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിവിടെ പറഞ്ഞ് സോൾവ് ആക്കി. ഇനി നിസാമിന് എന്താണ് മെഹ്റുവിന്റെ കൂടെയുള്ള ഇത്രയും കാലത്തെ ജീവിതത്തിൽ എന്താണ് പറയാനുള്ളത്? ഇതൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. ഞാനിപ്പോ താങ്ക്സ് ആണ് എടുക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പരമാവധി നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് നിന്നെ അവോയ്ഡ് ചെയ്തപ്പോൾ നീ എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ കൂടെ ഇന്നിപ്പോൾ ഈ ഒരു വേദിയിൽ ഇങ്ങനൊരു ഇരിക്കാൻ പറ്റുന്നത് അതൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. അതിന് താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞ് സിഫ്രു അതിപ്പോൾ ജനിച്ച ആ ഒരു സമയത്താണ് ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പങ്കെടുത്ത സമയത്ത് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇതായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മാനസികമായിട്ട് അങ്ങനത്തെ ഒരു അതിവിടെ അങ്ങനെ എടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു വേദനയുള്ള സമയത്ത് തന്നെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് കുറേ കാലം ഇങ്ങനെ മൈൻഡിൽ നിൽക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇനി ഞാൻ പാടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഗൾഫിലോ എന്തെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചെന്നൊരു സമയം ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ പ്രോഗ്രാമിനൊന്നും പോകാതിരുന്നു. പിന്നെ കിട്ടുന്ന പ്രോഗ്രാമിനൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി വേദികളൊക്കെ ഒഴിവാക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കൂടുതൽ എന്താ പറയുക, നിങ്ങളിങ്ങനെ മാറി നിൽക്കേണ്ട ഇതല്ല, എല്ലാം ശരിയാവും അങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് വീണ്ടും എൻ്റെ ഈ ഒരു പാട്ട് രംഗത്തേക്ക് ഞാൻ സജീവമായത് അതൊക്കെ എന്താ പറയുക
മെഹറുവിൻ്റെ ആ ഒരു അന്ന് തന്ന ഒരു ആത്മവിശ്വാസമാണ്. അപ്പം എൻ്റെ മൈൻഡിൽ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു. അങ്ങനെയല്ല എത്ര പറഞ്ഞാലും തീരാത്ത, എന്താ പറയുക, ഒരു ചെറിയ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഒരു താങ്ക്സ്. അപ്പം ഈ ഒരു വേദിയിൽ കൂടി ഒരുപാട് താങ്ക്സ് പറയാം. യെസ്. അപ്പൊ മെഹറു ഈ ഒരു അതായത് പറഞ്ഞു തീരാത്ത അത്രയും താങ്ക്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ സ്ഥിരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഭാര്യ ഭർത്താവും താങ്ക്സ് അങ്ങനെ പറയാറില്ല. ഇല്ല. പക്ഷെ അത് അദ്ദേഹം അത് പറഞ്ഞു കേൾക്കുമ്പോ ഒരു സന്തോഷമാണ് അല്ലേ? സന്തോഷമാണ്. സന്തോഷമായിട്ട്. അതെ, ഇതേ ഒരു യൂണിറ്റിയില് നിങ്ങള് സ്നേഹത്തോടെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രണ്ടാം സമ്മാനം നേടുന്ന സൂപ്പർ ഫാമിലിയെ കാത്തിരിക്കുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. മൂന്നാം സമ്മാനം നേടുന്ന സൂപ്പർ ഫാമിലിയെ കാത്തിരിക്കുന്നത് സൂപ്പർനോവ നൽകുന്ന ക്യാഷ് പ്രൈസ്. ടീം ബിഗ് ബീസ്, നിങ്ങൾ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് അടുത്തത്? ഞാൻ ഒരു സോളോ പെർഫോമൻസ് ആണ് പുല്ലാങ്കുഴൽ. സോളോ പെർഫോമൻസ് ആണ്. അപ്പൊ തയ്യാറാണല്ലേ? ക്യാപ്റ്റൻ ആണ്, സോളോ പെർഫോമൻസ് ആണ്. റെഡി? താങ്ക് യു. ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഒരു ബലമായില്ലേ സ്വാസിയും കൂടെ വന്നപ്പോ? സത്യം. കാരണം ആ പാട്ടിന്റെ അർത്ഥം രാറ വേണു ഗോപവാലെന്നാ, ശ്രീകൃഷ്ണനെ വിളിക്കണ വാവാന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ വായിക്കുമ്പോ രാധയാളുടെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. കൃഷ്ണനും രാധയ്ക്കും താങ്ക് യു. നിങ്ങളുടെ ഫാമിലിയിലേക്ക് എന്നെയും കൂടി
താങ്ക് യു രാധേ. എന്തായാലും ഈ ഒരു ഫ്ലൂട്ട് പെർഫോമൻസ് അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ ആണ് ചേട്ടൻ നമുക്ക് വേണ്ടി ഇവിടെ പുല്ലാങ്കുഴലിലൂടെ രാരവേണു. ഞാൻ ആദ്യം വിചാരിച്ചു രാരവേണു എന്റെ സിനിമാ പാട്ടായിരിക്കും പാടുന്നത്, പക്ഷെ ആ ക്ലാസിക്കൽ വേർഷൻ കുറച്ചൊരു ഫ്യൂഷൻ മിക്സ് ആക്കി പാടിയത് നന്നായി. അപ്പൊ മിയ നമുക്ക് നോക്കാമല്ല ഇനി എന്താണ് നെക്സ്റ്റ് റൗണ്ടിൽ. അടുത്ത റൗണ്ടിലേക്ക് എന്താ പോകുന്നത്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണാം. താങ്ക് യു സോ മച്ച്. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ വിധി നിർണയത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ജഡ്ജ് മിയ വരൂ. അപ്പോൾ വളരെ ഒരു ടെൻഷൻ പിടിച്ച സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ 2 സൂപ്പർ ഫാമിലീസ് ഇവിടെ മത്സരിച്ചു, അവരുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൽ നിന്ന് ഒരാളെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ 2 ടീം മെമ്പേഴ്സും വരൂ. ടീം ബിഗ് ബീസ് ആൻഡ് ടീം സിഫ്നൂർ. യെസ് മിയ, അപ്പോൾ പറഞ്ഞോളൂ. ഇവരുടെ പല റൗണ്ടിലുള്ള പെർഫോമൻസുകൾ കണ്ടു. ഉഗ്രൻ ഫാമിലീസിനെയാണ് നമുക്കിവിടെ കിട്ടിയത്. 2 ഫാമിലീസും കട്ടക്ക് നിൽക്കുകയാണ്. ഞാനിപ്പം ഒരാളെ നമ്മള് പുറത്താക്കി ഒരാളെ ഇന്നാക്കുക എന്നുള്ളൊരു ദൗത്യം ചെയ്യാതെ നമുക്ക് സൂപ്പർ ഫാമിലി മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഇന്ന് ആരാണ് നമ്മളോട് ടാറ്റ ബൈ ബൈ പറയണ? ആ പേര് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ ഇതിൽ ഡിസേർവിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇന്നായാലും ഔട്ടായാലും ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുക്കുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈക്വലി ഞങ്ങൾ മാത്രമാണ്. ഇവർക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഇന്നാവുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് ഒരു പ്രോമിസ് കൊടുക്കാൻ എന്താ ഉള്ളത്? ഇന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ചോദിക്കാൻ വരുമായിരുന്നു. കുറച്ചും കൂടെ പാട്ടുകൾ പാടും. കുറച്ചുകൊണ്ട് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഉഷാറായിട്ട് തന്നെ വരും. അതെ, പാട്ടുകൾ മാത്രമാണോ അതേ നമ്മൾ തരുന്ന ടാസ്കും അത് എല്ലാത്തിലും നിങ്ങൾ റെഡിയാണോ? എല്ലാത്തിനും റെഡിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഏത് ഫാമിലിയുടെ കൂടുതൽ കലാപ്രകടനം കാണും? എന്തായാലും സൂപ്പർ ഫാമിലിയില് മുന്നോട്ട് പോകുന്ന ഫാമിലി ഓക്കെ, ഞാൻ മനസ്സുകൊണ്ട് ഡിസൈഡ് ചെയ്തു. എൻ്റെ ഈ സൂപ്പർ ഫാമിലിയിലുള്ള എൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് ഞാനൊരു കാര്യം ചെയ്യാണ്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്ന ഫാമിലി അല്ല, ഫാമിലീസ്, 2 ഫാമിലീസ്. അപ്പോൾ ഈ 2 ടീം മെമ്പേഴ്സിനെ നമുക്ക് ഒന്നുകൂടി വെൽക്കം ചെയ്യാൻ ഒരു കുഞ്ഞു സമ്മാനം ഞാൻ ഇവർക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളുമായിട്ട് ഈ ടീം നമ്മുടെ കൂടെ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ യാത്രയിൽ ഇനിയും ഉണ്ടാവും. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി പുതിയ ഫാമിലീസും അവരുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ 2 പേരും അടുത്ത എപ്പിസോഡ് നിങ്ങളെ കാണും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഉറങ്ങൂ. ടേക്ക് കെയർ. ഫാമിലി വെഡിങ് സെന്റർ, സൂപ്പർ ഫാമിലി ആൻഡ് ലവ് ഫ്രം സൂപ്പർ ഫാമിലി. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൽ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരൂ മച്ചാനേ. നെഞ്ചോരം ഡോരുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടേം കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം ജില്ലാല. കണ്ണിൻ മുള്ളും കൊണ്ടെന്നുള്ളം കൊത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ടേ കച്ചം കെട്ടി നിന്നെ കെട്ടാൻ നിൽപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി നിന്നാണേ. വീട്ടിൽ
വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും തൊട്ട് മിന്നു കെട്ടിക്കൊണ്ടേ പോകാം ജില്ലം ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജിത്തള 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 ജില്ലം ജില്ലാല. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ടേ ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ നേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാറുള്ളൂ. ആകാശം വീശുന്നുണ്ടേ മേഘത്തൂവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരൂ മച്ചാനെ. നെഞ്ചോരം ഡോറുണ്ടേ, ചുണ്ടോരം ശീലുണ്ടേ, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കറുനീള പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടേം കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജിത്തള 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 ജില്ലം ജില്ലാല.